അപ്പോൾ തുടങ്ങിയാലോ? അപ്പം ഫസ്റ്റ് എപ്പിസോഡാണ്. എൻ്റെ പേര് കീൻസൻഡ്യൂ. എൻ്റെ പേരല്ല, മൈൻക്രാഫ്റ്റിലെ പേര്. എൻ്റെ പേര് ധ്യാൻ ജെറസ്. എൻ്റെ ചാനലിൻ്റെ പേര് ബെഡ്റോക്ക് മലയാളി എന്നാണ്. അപ്പം എൻ്റെ ബെഡ്റോക്ക് മലയാളിയിൽ ആദ്യത്തെ വീഡിയോയും കൂടെയാണിത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് വേൾഡ് കൊടുത്തു. എൻ്റെ എപ്പിസോഡ് 1 എപ്പിസോഡ് 1 ഇതാ തുടങ്ങുകയാണ്. സീഡ് ഇതാണ് നമ്മുടെ സീഡ്. ഞാൻ ഹാർഡിൽ ലോക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഹാർഡ് ഇട്ടു. പേര് ഞാൻ എൻ്റെ തന്നെ കൊടുക്കുകയാണ്. വേണ്ട, ക്രിയേറ്റ് വേൾഡ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വേൾഡ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് മൈൻക്രാഫ്റ്റിനെ പറ്റി വലുതായിട്ടൊന്നും കളിക്കാനൊന്നും അറിയില്ല, പക്ഷെ എന്നാലും കളിക്കാനറിയാം. ഞാൻ ഈ വേൾഡിൽ എന്ത് ചെയ്താലും അത് ഭയങ്കര സിമ്പിളായിട്ടായിരിക്കും. അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അത്ര രീതിയിൽ മാത്രമായിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ സ്പോൺ ചെയ്ത് ഈ ഒരു ബ്ലോക്കിലാണ് ഞാൻ സ്പോൺ ആയത്. അവിടെ ഒരു ബ്ലോക്ക് അങ്ങ് എടുത്തിട്ട് ഇനി ഞാൻ നേരെ പോയി, ഇതെൻ്റെ ഒരു ഹോബിയാണ്. ഇത് എന്തിനു ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്തായാലും നല്ലൊരു ഭയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിനി നേരെ ഇങ്ങോട്ട് വന്നിട്ടേ ഇവിടെ അടച്ചു. നല്ലൊരു ഹൈറ്റിൽ ഞാൻ അതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്പോണിങ് ഏരിയ എങ്ങാനും വഴിതെറ്റി. അവിടെ എന്തോ ഞാൻ കാണുന്നു, ജംഗിള്. അവിടെ ഞാൻ കാണുന്നത് വേറൊന്നുമല്ല, നല്ല നാടൻ ജംഗിളാണ്. അത് അവിടെ നല്ല ഫ്ലാറ്റായ ഏരിയ ഉണ്ട്. അതായത് എൻ്റെ സ്പോണിങ് ഏരിയ ഇവിടെയാണെങ്കിൽ എനിക്ക് അവിടെ ആയിട്ട് എൻ്റെ ഓരോന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ബേസൊക്കെ അപ്പം അവിടെ, ബേസും കാര്യങ്ങളൊക്കെ അവിടെ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഈ ഒരു വുഡങ്ങ് വെട്ടി തീർക്കട്ടെ ആദ്യം. ഞാൻ ഈ വുഡ് വെട്ടി തീർത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. വേഗം വെട്ടി. ഈ വുഡെല്ലാം നമുക്ക് ആദ്യം കളക്ട് ചെയ്യാം. അയ്യോ. ഓക്കെ, നമുക്ക് 6 ലോഗ് ഇട്ടിട്ട് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. ഇവിടെ വന്ന് എൻ്റെ സ്പോണിങ് ഏരിയ അടുത്തുള്ള ഫ്ലാറ്റായ പ്ലേസ്, അവിടെ ജംഗിളും ഉണ്ട്. നല്ല സീഡ്. എൻ്റെ ഈ സീഡ് ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം, ഞാൻ ചെയ്യുന്നതന്നെ ചെയ്യണമെന്നില്ല. അവിടെ എന്താ കുറച്ച് സാൻഡ്, അവിടെ എന്താ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ ബേസിക് ടൂൾസ് ഒക്കെ ഉണ്ടാക്കട്ടെ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഞാൻ ക്രാഫ്റ്റ് ചെയ്തു. ഇനി നേരെ ഡെർട്ട് വെച്ച് എനിക്ക് അങ്ങോട്ട് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഹാർട്ട് പോയിട്ടുണ്ട്. ഷീപ്പ് അതിനെനിക്ക് വേഗം തട്ടണം. ഞാൻ വേഗം സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആവട്ടെ. അയ്യോ, ഫസ്റ്റ് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തു. സ്റ്റിക്ക് എന്താ ക്രാഫ്റ്റ് ആവാത്തേ? സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യുന്ന ടൂൾസ് എടുക്കുക. ഒരേ ഒരു സ്റ്റോൺ ഒരു ഇതങ്ങ് ക്രാഫ്റ്റ് ചെയ്യുക, പിക്കാക്സ്. ഇനി നമുക്ക് നേരെ അടിയിലോട്ട് ഒഴിച്ചു. അതാ വേറെ സ്റ്റോണെത്തി. നമുക്ക് ഈ സ്റ്റോൺ ഒരു 3 അല്ല അതിലും കൂടുതൽ കളക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതെല്ലാം ഒന്ന് ആദ്യം കളക്ട് ചെയ്യട്ടെ. എനിക്കെന്നാൽ വേഗം, അതായത് എനിക്ക് വുഡിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ വുഡ് വേഗം തീർന്നു. അതെനിക്കൊരു ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അതെനിക്ക് അത്ര പിടിക്കുന്നില്ല. എനിക്ക് നേരെ സ്റ്റോൺ ടൂൾസിലേക്ക് വന്നാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. 15 സ്റ്റോൺ ഉണ്ട്, അത്രയും മതി. നമുക്കത് തന്നെ അധികം. ഡേർട്ടൊക്കെ വെറുതെ കയ്യിരിക്കുന്നത്. വേഗം ക്ലിക്കുക. ഒരു സ്റ്റോണിൻ്റെ സോഡ്. സ്റ്റിക്ക് വീണ്ടും തീർന്ന്. സ്റ്റിക്ക് കുറച്ചും ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ആക്സ്, ഒരു ഷവല് ക്രാഫ്റ്റായി. ഒരു പിക്കാക്സും കൂടെ. ഒരു പിക്കാക്സ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. ഓക്കെ, ഞാനിതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ആക്സിൻ്റെ പണി തുടങ്ങാം. ഞാൻ കണ്ട ഷീപ്പ് അവൻ സ്പോൺ ആയിട്ടുണ്ടാവും. ഞാൻ അത്ര വേഗത്തിലാണ്, അത് അവൻ പോയിട്ടില്ല. അസ്സലാമു അലൈക്കും. നമ്മളെ വേറെ റഷീദ് നിക്കടാ അവിടെ. ഇവനെ ചാടി അടിച്ചിട്ട് ഇവൻ ചാവുന്നില്ല. എന്തൊരിതത്. അത് അടുത്തവനും അവിടെ നിൽക്കുന്നുണ്ട്. അതെല്ലാവരെയും ഞാൻ കണ്ടു. ഇവൻ ചത്ത് ചാടി അടിച്ച്. അത് എല്ലാവർക്കും ഒരേ ഹാർട്ടല്ലേ? ഓരോ കളർ ഷീപ്പിന് ഓരോ ഹാർട്ടാണോ എന്തോ എനിക്കറിയാൻ പാടില്ലേ. മൈൻക്രാഫ്റ്റിൽ
കൊച്ചൻ ഇവൻ വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് പിന്നെ സാപ്പാടാക്കാം. ഇപ്പം അവനെ കൊന്നു കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങയും കിട്ടൂല. എൻ്റെ ഭയങ്കര ബ്രില്യൻ്റായ മൂവ് കൊണ്ടാണ് ഞാനൊരു ആളെ രക്ഷിച്ചെന്ന്. ഇനി ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് അല്ല, ഞാനവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ചാടി ഓടി വന്നേ. എന്നിട്ട് ആ കാര്യം മറന്നുപോയി. അതിനിപ്പോൾ എവിടെയാ ആർക്കറിയാം. ഞാൻ കളിക്കുന്നത് ഫോണിലാട്ടോ, അതുകൊണ്ട് ഞാൻ പി സിയിലൊന്നുമില്ല. ഞാൻ പി സി പ്ലെയറേ അല്ല, ഞാൻ ഫോണിലാണ് കളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എന്തോ ഉള്ളത് ഫുള്ള് ബേബിയാണ്. അതോ പിഗ് ഹോഴ്സാ, അത് അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്തെന്നാ ഇതെന്താ സാധന? അല്ല അയാണോ ഉണ്ടോ അവിടെ? ഇത് നേരെ ഡീപ് സ്ലേറ്റിലോട്ട് തോന്നുന്നു. നേരെ അതാ അവിടെ കുറച്ച് അയൺ ഇരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റോൺ പിക്കാക്സ് ഉണ്ട്. ഞാൻ എന്തായാലും അയൺ പോയി മൈൻ ചെയ്യട്ടെ. അതാ ഷീപ്പ് സ്പോണായി. നമുക്ക് ബെഡിൻ്റെ ആ ഒരു പ്രശ്നം, നൈറ്റ് നമുക്ക് ഫസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. നിൽക്കണം അവിടെ. ഞാൻ ചാടി അല്ലായിരുന്നു അടിച്ചത്, അതാണ് പറ്റിപ്പോയത്. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ കൂടെ പോയാൽ ഞാൻ എങ്ങോട്ടെത്തും? നേരെ പരലോകത്തേക്ക് എത്തും. അവിടെ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. കറക്റ്റ് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ പറ്റുമോ നോക്കിയാലോ? വേണ്ട, എൻ്റെ സ്കിൽസുകളെല്ലാം കണ്ട് നിങ്ങൾ തലകറങ്ങി വീഴും. ഫസ്റ്റ് തന്നെ അങ്ങനെ വേണ്ട. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ചാടാം. ഇനി എവിടെയാണ് അയൺ ഇരിക്കുന്നത്? അതുകൊണ്ട് അങ്ങ് താഴെ. എൻ്റെ അമ്മ, അവിടെ കുറച്ച് കോളും ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ തിരിച്ച് കയറും. എന്തെങ്കിലും കുറച്ച് ബ്ലോക്ക് എന്തെങ്കിലും കളക്ട് ചെയ്തിട്ടൊന്ന് പോവാം. ഞാൻ കുറച്ച് ബ്ലോക്കൊക്കെ കളക്ട് ചെയ്തിട്ടില്ല. തിരിച്ചു കയറാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് സ്റ്റോൺ മൈൻ ചെയ്യേണ്ടി വരും. ഡയറക്റ്റാണെങ്കിൽ ഷവലും കൊണ്ട് എടുക്കാനും കുറച്ച് എളുപ്പമുണ്ട്. ഞാൻ എന്തായാലും ഇതൊക്കെ എടുത്ത് കുറച്ച് റെഡിയാക്കാം. ഓക്കെ, നേരെ ഇനി ആ ബ്ലോക്കിലോട്ടൊക്കെ എനിക്ക് ചാടാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഇതേ പറ്റണേ, ഇല്ല എൻ്റെ ഫസ്റ്റത്തെ ഡെത്ത് ഇവിടുന്ന് കാണാം. ഹാർട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഗ്ലിച്ചാകത്തെ, എനിക്ക് അവിടെ ഗ്ലിച്ചാവുള്ളൂ. സ്ക്രൗച്ച് ചെയ്ത് എനിക്ക് ഏറ്റവും അടിയിൽ ഗ്ലിച്ചാവുന്നിടത്ത് ഒരു ഡർട്ട് ബ്ലോക്ക് വെക്കണം. എൻ്റെ ഒരു ബ്രില്യൻ്റ് ആയ മൂവേ. ഇവിടെ 2 അയണിന് വേണ്ടിയാണ് ഞാനിത് ഇത്രയും വലിയ റിവീൽ ഇറങ്ങി തുലയ്ക്കുന്നത്. എന്തുവാടാ, എനിക്ക് അവിടെ ഒന്നും ഗ്ലിച്ചാവുന്നില്ല. അതാ ആ ബ്ലോക്ക് ഗ്ലിച്ചാവുന്നുണ്ട്. ആ ഒരു ബ്ലോക്കിലേക്ക് എനിക്ക് എന്തായാലും ചാടിയെത്താൻ പറ്റില്ല. എൻ്റെ അമ്മയെ, ഇപ്പം ഞാൻ പോയേനെ, ഇപ്പം ഞാൻ താഴെ എത്തിയേനെ. സ്ക്രൗച്ച് ചെയ്യുന്നത് എന്തിനും ഏതിനും നല്ലതിനാണ്. അതുകൊണ്ട് ഞാൻ എത്ര സ്ക്രൗച്ച് ചെയ്തതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞിരിക്കുക. നമ്മൾ എത്ര നോക്കിയാലും വീഴൂല. അയ്യോ, അത് അവിടെയല്ല വേണ്ട, ബെഡ്റോക്ക് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ഇടയ്ക്കിടയ്ക്ക്. ഞാനങ്ങനെ എത്തി. കറക്റ്റ് ആ ഒരു ബ്ലോക്കിലേക്കും കൂടെ വീഴാൻ പറ്റിയ. ഓക്കെ, വീണു. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ അയ്യാണ് ഇതാ കിട്ടി. ചുറ്റിനാരും ഒന്നുമില്ലല്ലോ. ഇത് നേരെ ഡീപ്പ് സ്ലേറ്റ് തന്നെയാണോ? അത് നേരെ ഡീപ്പ് സ്ലേറ്റ്. ഇതൊരു 3 ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഡയമണ്ട് ഇപ്പം തന്നെ മൈൻ ചെയ്യായിരുന്നു. 2 എനിക്ക് തോന്നി. അത് പിന്നെ അങ്ങനെയാണല്ലോ. അല്ലാത്ത കോപ്പറും മറ്റേ പണ്ടാടങ്ങളൊക്കെ വേഗം കിട്ടിക്കോളും. എന്തായാലും അത് അടുത്ത മരണം. ഇതെന്തായാലും ഇപ്പം തന്നെ പൊട്ടിച്ചേക്കാം. ഇത് കൈ ഇരുന്നിട്ട് പ്രത്യേകിച്ച് എനിക്ക് വലിയ ഗുണകാരം കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ വെച്ച് എനിക്ക് അങ്ങോട്ട് അമ്മ പറ്റി. അത്രയുള്ളൂ. എൻ്റെ സ്കിൽസുകളെല്ലാം ഭയങ്കര സംഭവമാണ്. 6 ഞാനിപ്പോൾ എത്ര ശരിക്കും എടുത്തോണ്ടെന്നേ. മോള് സാൻഡൊന്നും കാണല്ലേ? അതോ സാൻഡി? സോ സിമ്പിൾ. ഇതൊക്കെ എന്നെക്കൊണ്ടേ സാധിക്കുള്ളൂ. അയ്യാൻ പോണ പോയിക്കോട്ടെ. ഞാൻ അവിടെയല്ലേ സ്പോണായേ.
3 ഊളും പോയി കിട്ടി. ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ. ഫസ്റ്റത്തെ ഡെഡ് ഇങ്ങനെ. മൂടങ്ങ് പോയി കിട്ടി. എൻ്റെ അമ്മേ, എന്നാത്തിൻ്റെ കടിയായിരുന്നു. അതാ ഷീപ്പ് നിൽക്കുന്നു. അടുത്ത ക്രാഫ്റ്റിംഗ് ടേബിൾ, എൻ്റെ വേൾഡിൽ 2ാമത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതാ ഉണ്ടാക്കുന്നു. എന്ത് ചെയ്യാൻ, ഞാൻ പറഞ്ഞ സാൻഡ് വരുന്നു, എനിക്കറിയായിരുന്നു അതൊക്കെ. വുഡെല്ലാം കളക്ട് ചെയ്ത് ഒന്നും കൂടെ വേഗം വാടോ. വുഡെല്ലാം കളക്ട് ചെയ്ത് എൻ്റെ ആദ്യത്തെ ഡെഡ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ആദ്യത്തെ ഇതല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ 2 അതിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിപ്പോയത്. എന്തിൻ്റെ സോക്കേടാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്കൊരു അയൺ ഫോം വൈകാതെ ഉണ്ടാക്കാം. ഒരു സ്റ്റോൺ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നൈറ്റ് ആവുന്നു മൂഞ്ചി. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ ഒരു ഷീപ്പ് നിൽക്കുന്നുണ്ട്. അതിനെ എപ്പോൾ തട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ഷീപ്പ് എന്നെ തട്ടും. അതുകൊണ്ട് ഞാൻ നേരെ വന്നത് ഈ ഒരു കുഴിക്കുള്ളിൽ തൊട്ട് മുകളിലത്തെ ബ്ലോക്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും കിട്ടുവച്ചു. അപ്പം നിങ്ങൾക്കൊന്നും കാണുന്നില്ല എന്ന് എനിക്കറിയാം, എനിക്കൊന്നും കാണുന്നില്ല. ഇനിയും എന്തായാലും ഞാൻ നേരെ വെളുത്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ കുറച്ച് സ്റ്റോണൊക്കെ ഉണ്ട്, അതെല്ലാം കളക്ട് ചെയ്ത് ഫുൾ സ്റ്റോൺ ടൂൾസ് ആയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ കുറേ നേരം ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യുകയാണ്. 25,000 കിട്ടി, ഞാൻ ഫുൾ സ്റ്റോൺ ടൂൾസുമായി ഇതാ മുകളിലോട്ട് കഴിഞ്ഞാൽ എപ്പോഴും നൈറ്റ് തന്നെയാണ്. ആ ഒരു ലീഫ് എനിക്കൊന്ന് പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ, ഒരു ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ എന്നാലും കൊല്ലാൻ പറ്റില്ലല്ലോ അല്ലേ. ഒരൊറ്റ ബ്ലോക്കും ആരും എന്നെ കൊല്ലാൻ വരില്ലേ, ഗ്ലിച്ചാകരുത്. സാപ്ലിങ് വേണം കിട്ടി. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് ക്രീപ്പർ ഒന്നും എനിക്ക് ലക്കാ. ക്രീപ്പർ ഒന്നും എനിക്ക് ഇവിടെ കാണും ഇട്ട് പൊട്ടിത്തെറിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോം ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. എന്തായാലും ഈ സ്റ്റോൺ പിക്കേഴ്സ് അതിപ്പോൾ കണ്ട ഇവിടെ ലഷ്കിവാ. അതിപ്പോൾ ഞാൻ കണ്ട ഇവിടെ ലഷ്കിവാന്ന് തോന്നുന്നു. ബെഡ്റോക്കിൻ്റെ കാര്യം അതിപ്പോൾ ഞാൻ നോക്കാൻ പോണില്ല. നല്ല വെളിച്ചം ഉണ്ടായിരുന്നു ഇവിടെ. എന്തായാലും നേരെ വെളുത്താ ഇല്ല, ഇത്ര വിളിച്ചോ. ഓക്കെ, ഞാൻ എന്തായാലും നേരം വെളുത്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ നേരം വിളിപ്പിച്ചിട്ടുണ്ട്. ഞാനത് ഇവിടെ ജസ്റ്റ് ഒരു മൈനിങ് ഏരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്താ മൂടി വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൊബിൾസ്റ്റോൺ കിട്ടി. പിന്നെ അവിടെ മൂടി വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സോംബീസ് സ്പോണാവും. എന്തായാലും എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നൈസിലൊന്ന് മുകളിലോട്ട് കയറട്ടെ. ഇനി ഇവിടെ വന്നിട്ട് കാര്യമാവില്ല. എന്തായാലും ഫസ്റ്റത്തെ ഡെഡ് നല്ല രസമുണ്ടായിരുന്നു. ഹൈ ഫാളിൽ നിന്നും അത് ഞാനൊന്നും ചെയ്തൊന്നുമില്ല, ഫാൻറ്റിൻ്റെ കുഴപ്പമുണ്ടോ. അത് ഇതിൽ കൂടെ നമുക്ക് ഇറങ്ങാം. വെറുതെ അത് കുഴിച്ച് ടൈം കളയണ്ട. അല്ലെങ്കിൽ ആരും വരല്ലേ. ആരാടാ അത്? വേറെല്ലാം പാടാ ഫൈറ്റ് ചെയ്യാൻ. ഞാൻ എന്തുവാ കാണുന്നേ? ഞാൻ എവിടെയാ സ്പോണായെന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ എൻ്റെ വീഡിയോ ഒന്നും കൂടെ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ തന്നെ എൻ്റെ വീഡിയോ റീപ്ലേ ചെയ്യേണ്ടി വരും. അല്ലാതെ എനിക്കറിയാൻ പാടില്ല ഞാൻ എവിടെയാ സ്പോണായി. ഞാൻ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ മൂഡിലല്ല. ഷീപ്പിനെ കണ്ടിട്ട് അതാ ഞാൻ അവിടെയാണ് സ്പോണായത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ഒരു ഡൈ ചിലപ്പോൾ അല്ല എന്തായാലും ആവശ്യം വരും. ഡൈ കയ്യിരുന്നോട്ടെ. അതൊന്ന് മാത്രം കണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 3 കയ്യിൽ വെച്ചേക്കാം. എനിക്ക് ഈ ഡൈ ആവശ്യമുണ്ട്. ഇതടുത്തവൻ ആണോ? ഞാൻ പറഞ്ഞില്ലേ ഇവന്മാരെല്ലാം 2 കളറാണ്. ഈടാ കാട്ടിപ്പോവല്ലേ, കാട്ടിൽ പേക്കാച്ചുണ്ട്. ഓക്കെ, അവനെയും തട്ടി. ഒരുത്തനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഒരാൾ ഒരു വേൾഡിൽ ഒറ്റത്തവണ ബെഡ് ക്രാഫ്റ്റ് ചെയ്യില്ല. ഞാൻ 2 തവണയൊക്കെ വെറുതെ ക്രാഫ്റ്റ് ചെയ്യുന്ന. എൻ്റെ അമ്മേ ഇനിയിപ്പോൾ ഞാൻ കണ്ട ഒരു ഫ്ലാറ്റ് ഏരിയ എവിടെയാണുണ്ടോ, ആ ഫ്ലാറ്റ് ഏരിയ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ അയൺ ഫാമും എൻ്റെ വീടൊക്കെ ഉണ്ടാക്കാതെ അത് അവിടെ തന്നെ. എന്തായാലും എൻ്റെ റീസ്പോൺ പോയിൻ്റ് ഇനി അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അങ്ങോട്ട് വേഗം പോട്ടെ. കാരണം
ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ചിലപ്പോൾ ഏതെങ്കിലും മോബ് സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ കാട് ഭയങ്കര ഷെൽട്ടറാണ്, ഫുള്ള് ഷെൽട്ടറാണ്. ഓക്കെ, ഞാൻ വേഗം പോട്ടെ. ഇവിടെ കുറച്ച് പമ്പിനൊക്കെ ഉണ്ട്. നമുക്കൊരു കോപ്പർ ഗോളത്തെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വന്നെടുക്കാം. അല്ലാണ്ട് അതെ പട്ടിക്കുട്ടി ആയിട്ടിട്ടു. എനിക്കൊരു സ്കെലട്ടനൊക്കെ ഒന്ന് ടൈം ചെയ്യാമായിരുന്നല്ലോ. അതുകൊണ്ട് ഈ സ്പോണിൽ പോകും. എൻ്റെ കയ്യിലാണെങ്കിൽ വള്ളിയില്ല. ഇതിലിപ്പോൾ എത്ര ഗോള് കിട്ടി? 2 3 കിട്ടി. അതുകൊണ്ട് അവിടെ ഒരു ഷീപ്പ് സ്പോണായിരുന്നു, അതിനെ കൊല്ലാനായിരുന്നു. ഓക്കേ, നമുക്കിവിടെ നമ്മുടെ ബേസ് അങ്ങ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ വില്ലേജ് അങ്ങോട്ടൊന്നും കാണുന്നില്ല. ഞാൻ ഹാർഡ് കോർ വേൾഡ് കളിക്കാൻ നോക്കാം. പക്ഷെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ട് ഹാർഡ് കോർ വേൾഡ് കളിക്കാത്തതെന്ന്. അങ്ങോട്ടേക്കൊന്നും കാണുന്നില്ല. ഇനി അവിടെ ഒരു ജംഗിളുണ്ട്, അല്ലാണ്ട് വേറൊന്നും കാണുന്നില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് ബേസിൻ്റെ പരിപാടികളൊക്കെ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലേ നല്ലത്. ഞാൻ ആ മലേൻ്റെ പൊക്കത്താണ് സ്പോണായത്. ഞാൻ എന്തായാലും എൻ്റെ ബെഡ് ക്രാഫ്റ്റ് ചെയ്ത് അതിന് ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഗെയിം പോസ് ചെയ്യുക. മൈൻക്രാഫ്റ്റ് ബെഡ്റൂം എഡിഷൻ APK ആണെങ്കിൽ പോസ് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് അങ്ങ് എടുക്കുക. എന്നിട്ട് നേരെ താഴോട്ടേക്ക് വരിക. ഇതിന് ഷോ ഡേയ്സും ഷോ കോർഡിനേറ്റും ഉണ്ടാക്കുക നോക്കുക. പിന്നെ ഞാൻ ക്രിയേറ്റീവ് ആയോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റീവ് നിൽക്കുക. എന്നിട്ട് ക്രിയേറ്റീവ് ആവാൻ നോക്കുക. ക്രിയേറ്റീവ് ആവുക. അപ്പോൾ ഇതെവിടെ ഇങ്ങനെ ഒരു ഇത് കാണിക്കും. അച്ചീവ്മെൻറ്റ് ഓൺ ആകുന്നതാണ്. ഇതോടെ ഞാൻ ഗോ ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഞാൻ സർവൈവലാവും. ഇത് ഞാൻ എപ്പോൾ കണ്ടിന്യൂ കൊടുക്കുന്നു അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പിന്നെ വരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ ഒരു ബെഡും കൂടെ ക്രാഫ്റ്റ് ചെയ്ത് നിർത്തുകയാണ്. ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ഇപ്പോൾ ഞാൻ ഇതുണ്ടാക്കി വന്നത്. സ്റ്റാർട്ടഡ് ഒരു ബേസ് അല്ലാത്ത സ്ഥലം. ഞാൻ അതും കൂടെ ഉണ്ടാക്കി എൻ്റെ എപ്പിസോഡ് ഇങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. ഒരു ബെഡിന് ഡൈ ചെയ്യാൻ മറന്നു. ആദ്യം ഇത് 2 ഉണ്ടാവൂലേ? ഓക്കെ, ഇപ്പം 3 വേണ്ടായിരുന്നു. അതാ 2 പറിച്ചു. ഇത് ഞാൻ ഭയങ്കര റയർ ഷീപ്പിനെ കൊന്നിട്ട് ഉണ്ടാക്കിയ വൂളാണ്. ഇവിടെ ഫുള്ള് റയർ. വന്നാ അവൻ ഇത്ര വേഗം സ്പോണാവോ? എന്തൊക്കെ തരും നല്ല എന്തെങ്കിലും. ഇവ അതേ ഡൈ എൻ്റെ ഇതാടാ. ആ ഡൈ വേണേ ഞാൻ തരാം നിനക്ക്. ഇവൻ നമ്മളെ തുപ്പം കണ്ടയില്ലേ? ഇവന്ത് നോക്കുന്നേ? അതെന്നപ്പോ പോയേ? ഇവൻ തന്നെ ആ തുപ്പൊന്ന്. ഒരു വട്ടം തുപ്പുള്ളൂ. ഒരു വട്ടം കൂടെ തുപ്പടാ. തുപ്പി നോക്കടാ. നീ തുപ്പുവോ? നീയും തുപ്പണം. എന്തുകൊണ്ട് നിനക്ക് തുപ്പിക്കൂടാ? തുപ്പടാ നീ. അവനെ നിന്ന് നമുക്ക് ഈ ലീഷ് എടുത്തിട്ട് അവനെ കൊണ്ടേ കെട്ടിട്ടില്ല. പട്ടിക്കുട്ടി ദൈവമേ, ഡിസ്പോണായി പോലെ. നമുക്ക് അതും കൂടെ കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ എവിടെ അവന് ഞാൻ എവിടെയാ ഷീപ്പിനെ അവൻ കൊല്ലുമായിരുന്നു. എടാ അവൻ എന്തിയേ? അപ്പം ശരി, അവനവൻ്റെ അതാ നോക്കുന്നു. പോവല്ലേ. അവൻ അറിയാതെ പോയി. ഞാൻ അടിക്കരുത്. ഫിനിഷ് ചെയ്തു. ഇനി നീ എൻ്റെത്. നീ വാ, നീ എൻ്റെത് തന്നെ. അയ്യോ, ഞാൻ എന്നെ അടിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ എന്നെ അടിച്ചേ. അവൻ എന്നെ കണ്ടിട്ടല്ലേ? എൻ്റെ അമ്മ, ഞാൻ പേടിച്ചു പോയി. ഞാൻ കരുതി വള്ളി കെട്ടിയിട്ട എന്നെ കൊല്ലുന്നു. നല്ല കാര്യം. ഇനി നീ എൻ്റെ ആണ്. അവൻ എന്നെ അറ്റാക്ക് ചെയ്യില്ലല്ലോ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടോ? ഇതിൽ ഇവന് എനിക്ക് കുറച്ച് ഒരു ബോണൊക്കെ കൊടുത്ത് ഫ്രണ്ടാക്കണമായിരുന്നു. ഷീപ്പിനെ കൊല്ലാൻ നോക്കൂലേ? ബെഡ് കാണാൻ ഇതേ അതോ ഇവനിപ്പോൾ ചുമന്ന കണ്ണ് വരും. അവിടെ കയറി വാടാ. അമ്മേ, ഇവിടെ ഷീപ്പ് ചുമന്ന കണ്ണ്. കൊല്ലവനെ. ജമ്പ്. റോക്കി ജമ്പ്. ഞാൻ കിട്ടുതരാം അവനെ. കൊന്നോ? കൊന്നോ? അങ്ങനെ തന്നെ. കൊന്നോ? റോക്കി സീന്. ഓക്കെ, ഇവന് നമുക്കൊരു നെയിം ടാഗ് കിട്ടിയിട്ട് നമുക്ക് പേരിടാം.
അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഫെൻസ് ക്രാഫ്റ്റ് ചെയ്ത് അവനെ എവിടെയെങ്കിലും വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് നിർത്താം. വേർ ഈസ് ഫെൻസ്? ബെഡ് പോട്ടെ. ഫെൻസ് ഫെൻസ് ക്രാഫ്റ്റ് ചെയ്യുന്നു. ഒരു ഫെൻസ് എടുത്ത് അവനെ നിന്നെ ഇവിടെ അവൻ അയിഞ്ഞു പോയാ? അവ അയിഞ്ഞു പോയി. റോക്കി, എൻ്റെ മാംസമൊന്നും ഇല്ല തിന്നാൻ. പട്ടി പോയി. എടാ പട്ടി, അവനെ കാണുന്നില്ല. പട്ടി പോയി. പട്ടി. ഓക്കെ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. പട്ടി പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത് അവിടെ നിർത്തുകയാണ്. ചാവണം. ചാവ് ചാവ് ചാവ്. ഇവനെ കൊന്നിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നിർത്താം. ചാവ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇതാ വൈൻഡപ്പ് ചെയ്യുന്നു.